ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ ഇതാ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു രാവിലത്തെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ തട്ടുകടയുണ്ടല്ലോ, അതിനെ റോട്ട് കട എന്നാണ് പറയുക. റോഡ് സൈഡിലൂടെ കടകൾ, ഓക്കെ, തട്ടുകട. അവിടെ ഒരു തക്കാളിയും പുതിനയും ഇട്ടിട്ട് ഒരു ചട്നി ആയിരിക്കും. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് തത്തക്കുട്ടി ഒന്ന് കാണൂ കേട്ടോ. ആളുടെ സ്ഥിര ഏർപ്പാടാണ്. ഒരു 5:45 ആ മരത്തിൽ കംപ്ലീറ്റ് വന്നിരിക്കും. എന്നിട്ട് താഴെ വൃത്തിയായോ ഉണ്ടോ, ആ തല പൊക്കിയിട്ട് നോക്കണത് അവിടെ വെച്ച് കഴിഞ്ഞോ, എല്ലാ ഭക്ഷണങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞോ, എന്നിട്ട് വേണം നമ്മളൊന്ന് ഉള്ളിൽ പോയിട്ട് ഒരു ക്യാമറ എടുത്തിട്ട് വരുമ്പോഴേക്കും ചറ പറവൊന്നും കഴിഞ്ഞിട്ട് പോവാൻ. ഒരു വീഡിയോ എടുക്കാൻ കിട്ടണില്ല, അറിയോ? എന്തൊരു കഷ്ടമാണെന്നറിയോ. ഒരു ഭാഗത്ത് നമ്മൾ പോയിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ആയി എന്ന് വിചാരിക്കുമ്പോഴേക്കുമാണ് അവർ കഴിച്ചും കഴിഞ്ഞ് മിണ്ടാണ്ട് പോയിണ്ടാവും. പക്ഷെ തലയൊക്കെ അങ്ങോട്ട് നോക്കി വരണ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എന്താ ഒരു ഭംഗി അറിയോ. രാവിലെ നേരത്തെ മുഴുവൻ അവരാണ്. പിന്നെ ഞാൻ എത്ര ക്ലോസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കണ നോക്കൂ, കുരുവി കുഞ്ചുകളെ. എന്താ രസം അറിയോ അവർ ആ കഴിക്കണ കാണാൻ. ഭയങ്കര ഫാസ്റ്റാണ്. എന്നിട്ട് ഈ കഴിക്കുന്ന സാധനത്തിൻ്റെ തൊലിയില്ലേ, അതിനെ മാത്രം വേർപെടുത്തിയെടുക്കും. അതാണ് കേട്ടോ കഴിവ്. നല്ല അടിപൊളി ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എത്ര നേരം ഇരുന്നിട്ടുണ്ടാവും എന്ന് മിണ്ടാണ്ട്. അപ്പോൾ അതാണ് സംഭവിച്ചത്. രാവിലെ തന്നെ നമുക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു കോർപ്പറേറ്റ് ഓർഡറായിരുന്നു. ഒരു കമ്പനിക്ക് ചായക്ക് വന്നിട്ട് അവർക്ക് പപ്സ് വേണമായിരുന്നു. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പപ്സ് ഉണ്ടല്ലോ, അപ്പോൾ പപ്സിനുള്ള തയ്യാറെടുപ്പായിരുന്നു. പലതരം പപ്സ് അവർക്ക് വേണമായിരുന്നു. നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട, അതേമാതിരി തന്നെ ചിക്കൻ, മഷ്റൂം, പനീർ, വെജിറ്റേറിയൻ ആൻഡ് നമ്മൾ കൊടുത്തത് ചിക്കൻ. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ ഉണ്ടാക്കി നമ്മൾ. ആൻഡ് വിനീസ് കിച്ചണിൽ ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഫ്സ്. എല്ലാവർക്കും എൻ്റെ ആ ഒരു കൂട്ട് ഭയങ്കര ഇഷ്ടമാണ് പഫ്സിൻ്റെ. അപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ കൂട്ട് ഭയങ്കര ടേസ്റ്റാണ് വിനി എന്ന് പറയാറുണ്ട്. സോ നമ്മൾ പഫ്സൊക്കെ ഉണ്ടാക്കി. ആൻഡ് അവർ ഏകദേശം ഒരു 10:30 മണിയായപ്പോൾ വന്നിട്ട് കൊണ്ടുപോയി. എന്താ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആ സമയത്താണ് തോന്നുന്നു അവർക്ക് ആ ചായയുടെ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കൽ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു. ഒരു 60ാം കല്യാണത്തിൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, 60ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവർ സ്പെഷ്യലായിട്ട് അവരുടെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. അവർ പാലക്കാട് അയ്യങ്കാറാണ്. അപ്പോൾ അയ്യർ സ്റ്റൈലിൽ അവർക്ക് ഒരുപാട് അവർ നോക്കി ദുബായിൽ. അവർക്കപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വടകം, അതേമാതിരി തന്നെ ഉരുളക്കിഴങ്ങുപ്പേരി, ലെമൺ രസം. ഓക്കെ, ഞാൻ ലെമൺ രസം ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സർവ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ ലെമൺ ഒഴിക്കുന്നത്. അപ്പോൾ ലെമൺ രസം, അയ്യങ്കാർ സ്റ്റൈലിലുള്ള ലെമൺ രസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കീറൈ മുള കൂട്ടൽ. ഓക്കെ, അപ്പോൾ പാലക്കാടൻ രീതിയിൽ മുളകൂട്ടലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ മുളകൂട്ടൽ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ ഇട്ടിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കീറൈ മുളകൂട്ടലിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി, ഓക്കെ, അപ്പോൾ പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളി, അപ്പോൾ ഇതും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. ആൻഡ് നമ്മുടെ പൊന്നിയരി ചോറ്. അത് കഴിഞ്ഞ് അവർ സേമിയ പായസമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സേമിയ പായസവും നമ്മൾ ഉണ്ടാക്കി വെച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത് ഒന്നും വിചാരിക്കേണ്ട, ഒരാൾ കളിക്കുകയാണ് രാത്രി നേരത്ത്, അതിൻ്റെ ബഹളമാണ് കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു സംഭവം ചെയ്യാം. നമുക്ക് ഉണ്ടാക്കാം രാത്രിക്ക് റോട്ട് കടൈ തക്കാളി പുതിന ചട്നി. ഓക്കെ, അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നല്ലോണം സവോള വേണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 6-7 സവോള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, എന്നിട്ട് തക്കാളി ഒരു വലുത് 2 എണ്ണം. ഇതിൽ എണ്ണ ഒഴിക്കുന്നു, ഇതെല്ലാം കൂടി ഇടുന്നു. എൻ്റെ സാമേ, എല്ലാം കൂടി ഇടുന്നു. എന്നിട്ട് അതിലേക്ക് വറ്റൽ മുളകും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുന്നു. എന്നാൽ ഒരുപാട് വഴറ്റണമെന്ന് ചോദിച്ചാൽ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് ശരിയാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ഉപ്പ്.
ഓക്കെ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവ് ബാലൻസ് ആയിരിക്കും, കളറിട്ട് കിട്ടുകയും ചെയ്യും. ഇനി തണ്ടോട് കൂടിയിട്ടുള്ള മല്ലിയില ഒരു കെട്ട്, അതേമാതിരി തന്നെ നമ്മുടെ പുതിന ഇല മാത്രമായിട്ട് അതും ഒരു കെട്ട്. ഇനി ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വഴറ്റാൻ മാത്രമേ പാടുള്ളൂ. കൂടുതലായിട്ടും പിന്നെ അങ്ങോട്ട് കിടന്ന് വണങ്ങി അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ബിക്കോസ് അതിൻ്റെ ഫ്ലേവറും ഫ്രഷ്നെസ്സും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. ചൂടോടെ ഇഡ്ഡലി. അപ്പോൾ റോട്ട് കടയിൽ ഈ ഒരു ചട്നി എന്തിൻ്റെ കൂടെയൊക്കെയാണെന്നറിയോ? ദോശ, സെറ്റ് ദോശ, ഇഡ്ഡലി, അതേമാതിരി തന്നെ വട, ഇതിൻ്റെ കൂടെയൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിരിക്കും. ബിക്കോസ് ഓണിയൻ ബേസ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും. ഇതിനെ വറുത്തിടുക പിടിക്കുകയൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് മിക്സി നന്നായിട്ട് ഒലുമ്പിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഓക്കെ. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അതിനെ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ദ വെരി സിമ്പിൾ ബട്ട് വെരി ഫേമസ് ആയിട്ടുള്ള റോട്ട് കടൈ തക്കാളി പുതിന ചട്നി. ആൻഡ് അൾട്ടിമേറ്റ് ആയിരിക്കും. ഒരാഴ്ചയൊക്കെ കേട് കൂടാതെ നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കും. ഓക്കെ. അപ്പോൾ ഇഡ്ഡലി ചൂടോട് കൂടിയിട്ട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ആൻഡ് വെരി സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഈശ്വരൻ സഹായിച്ചിട്ട് ഇഡ്ഡലിയൊക്കെ വളരെ നന്നായിട്ട് തന്നെ വരാറുള്ളത്. അപ്പോൾ ഇഡ്ഡലി അരി, നല്ല ബ്രാൻഡ് ഇഡ്ഡലി അരി, ഉഴുന്ന് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നല്ല കുതിർക്കണ പോലെ കേട്ടോ, ഇങ്ങനെ മുകളിൽ ഒപ്പിയൊന്നും കഴിക്കാൻ പാടില്ല മക്കളെ. ഇത് റോട്ട് കടയിൽ വിളമ്പണമാതിരി. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ വന്നിട്ട് കുറച്ചെങ്കിലും കട്ടിയുണ്ട്, റോട്ട് കടയിൽ ഇനിയും വെള്ളമായിരിക്കും. ഓക്കെ. അതേമാതിരി ഒരു കാര്യം, ആൾക്കാർ കൂടുതലുണ്ടെന്ന് വെച്ചോളൂ, ഈ ചട്നി അരച്ചിട്ട് വെള്ളം പോലെ ആക്കിയാൽ മതി. നോ പ്രോബ്ലം, എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ. അത് മുകളിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക, അത്ര തന്നെ. വാങ്ങോ ரோட்டு கடை சட்னி தான். ஆஹா, அருமை. ഇങ്ങനെ കുതിർത്ത് കഴിക്കണേ, ഒപ്പിയൊന്നും കഴിക്കരുത്. ആ ഫ്രഷ്നെസ്, പുതിന, പെർഫെക്റ്റ്. சூடான இட்லி, ரோட்டுக்கடை தக்காளி சட்னி, காரமாக இருக்கு, சூப்பராக இருக்கு. Wow, definitely must try. Okay. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. Till then, take care and bye bye.